തെരഞ്ഞെടുപ്പിന് ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രം. വോട്ട് രേഖപ്പെടുത്തുവാൻ പോകുമ്പോൾ ചിലത് മറക്കരുത്. ഇത് ബഡ്ജറ്റ് വിൽപ്പനയ്ക്ക് വെച്ച ധനമന്ത്രി ബാർ അഴിമതിയുടെ പേരിൽ രാജിവെച്ചു. ബാർ മുതലാളിമാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന കടുത്ത ആരോപണത്തിന് വിധേയൻ. അന്വേഷണം അട്ടിമറിച്ചു. സാധാരണക്കാരന് കൈത്താങ്ങാകേണ്ട കൺസ്യൂമർ ഫെഡിനെ അഴിമതിയുടെ കേന്ദ്രമാക്കി. ആദ്യ അവസരത്തിൽ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കി. കുട്ടികളുടെ പാഠപുസ്തക അച്ചടിയിൽ പോലും തിരിമറി നടത്തി. മെത്രാൻ കായലും കരുണ എസ്റ്റേറ്റും ഉൾപ്പെടെ 100 കണക്കിന് ഏക്കർ ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് നേതൃത്വം വഹിച്ചു. സോളാർ കേസിൽ കടുത്ത ആരോപണ വിധേയൻ. കേരളത്തെ ഞെട്ടിച്ച സോളാർ, ബാർക്കോഴ, ഭൂമി ഇടപാട് തുടങ്ങി സകല അഴിമതിയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചു. വികസനത്തിന്റെ പേരിൽ ഒരു ജനതയെ തെറ്റിദ്ധരിപ്പിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു ക്യാബിനറ്റിലെ പകുതിയിലധികം അംഗങ്ങൾ അഴിമതിക്കാരായ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. ഇനിയും ഇവർ തുടരണോ? മെയ് 16 സുപ്രധാനമാണ്. അഴിമതിക്കാർ നമ്മെ ഭരിക്കണോ എന്ന് നാം തീരുമാനിക്കേണ്ട ദിവസം. തയ്യാറാണ്. മാറി ചിന്തിക്കാം, മാറ്റം സൃഷ്ടിക്കാം.